സംപ്രേഷണം ചെയ്ത വാർത്തയുടെ വിശദാംശങ്ങൾക്ക് ബിജെപിയിൽ ഔദ്യോഗിക ചേരി രണ്ടായി തിരിയുന്നു എന്നുള്ളത് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കൂടി ഏത് തരത്തിലായിരിക്കും സ്വാധീനിക്കുക എന്നുള്ളൊരു ചോദ്യം ബാക്കി വെക്കുകയാണ്. വി വിനോദ് വിശദാംശങ്ങളുമായി ചേരുന്നു. വിനോദ്, ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ ആരുടെ നോമിനിയാണ് കൂടുതൽ ഉണ്ടാകുന്നത് എന്ന് സംബന്ധിച്ചുള്ള സ്പെക്കുലേഷൻസ് പലതരത്തിൽ വരുന്നു. സ്വാഭാവികമായിട്ടും സംസ്ഥാന ബിജെപിയിൽ ഒരു നേതൃമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ആരുടെ പേര് എന്നത് സംബന്ധിച്ച് ഒന്നിലേറെ, രണ്ടിലേറെ, ഒരുപക്ഷെ മൂന്നിലേറെ പേരുകൾ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത് ഏത് തരത്തിൽ ഔദ്യോഗിക ചേരിയടക്കം രണ്ടായിട്ട് മാറുന്നു? ഇക്വേഷൻസ് എങ്ങനെയാണ് മാറിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ? അപർണ, പുതിയ ധ്രുവീകരണത്തിന് ബി.ജെ.പിയിൽ കളമൊരുങ്ങുന്നു എന്നത് സംബന്ധിച്ച സൂചനകളാണ് പുറത്തു വരുന്നത്. ഇതുവരെ ഔദ്യോഗിക ചേരിയായി അറിയപ്പെട്ടിരുന്നത് വി മുരളീധര സുരേന്ദ്ര പക്ഷമാണ്. അതായത് ഇരുവരും ചേർന്നുള്ള ഒരു ഗ്രൂപ്പ്. അതിനപ്പുറത്തേക്ക് ഇരുവരും വഴിപിരിയുന്നു എന്ന സൂചനകൾ വരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം സെൻട്രലിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. പി.കെ. കൃഷ്ണദാസുമായി വി മുരളീധരൻ അടുക്കുന്നു. ഇതിന് രാജീവ് ചന്ദ്രശേഖരന്റെ പിന്തുണ കൂടിയുണ്ട് എന്ന വിവരം നേരത്തെ തന്നെ നമ്മൾ സംപ്രേഷണം ചെയ്ത ഒരു വാർത്തയാണ്. ഒരുപക്ഷെ വി മുരളീധരൻ മേയർ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സരിച്ചേക്കുമെന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്വാധീനം ഉറപ്പിക്കുക എന്ന ഒരു നീക്കം ഇതിന് പിന്നിലുണ്ടെന്ന് കരുതുന്നു. മാത്രമല്ല, കഴക്കൂട്ടത്തൊക്കെ മത്സരിച്ചിട്ടുള്ള ആളാണ് മുരളീധരന്. അതുകൊണ്ട് തന്നെ അവിടെ സ്വാധീനം ഉറപ്പിക്കുക, ആ നിലയ്ക്ക് കഴക്കൂട്ട മണ്ഡലമൊക്കെ ഉൾപ്പെടുന്നത്, ആ പ്രദേശത്തെ വാർഡൊക്കെ വരുന്നത് തിരുവനന്തപുരം സെൻട്രലിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ മുരളീധരന് താല്പര്യമുള്ള ആൾ ജില്ലാ പ്രസിഡന്റായി എത്തുക, കരമന ജയന്റെ നോമിനേഷൻ ആ നിലയ്ക്ക് വരികയും RS രാജീവ് അവിടെ കൂടുതൽ വോട്ട് വാങ്ങി. RS രാജീവ് സുരേന്ദ്രൻ പക്ഷക്കാരനാണ്. എന്നാൽ RS രാജീവിന് പകരം കരമന ജയൻ അവിടേക്ക് എത്തിയത് ഇത്തരമൊരു നീക്കത്തിന്റെ ഭാഗമായി എന്ന് വിലയിരുത്തപ്പെടുന്നു. ഇരു ക്യാമ്പുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരവും അങ്ങനെ തന്നെയാണ്. സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് തന്നെ സുരേന്ദ്രന് ഏറെക്കുറെ മേൽക്കൈ എല്ലാ ജില്ലാ ഘടകങ്ങളിലുമുണ്ട്. അത് വലിയൊരു അപ്രമാദിത്വമായി മാറുന്നു എന്ന സൂചന. ഒരുപക്ഷെ 5 വർഷത്തെ ടേം പൂർത്തിയായാലും തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സുരേന്ദ്രനെ തുടരാൻ അനുവദിച്ചേക്കുമെന്ന് സുരേന്ദ്രൻ അനുകൂലികൾ കരുതുന്നുണ്ട്. ഇതിന് തടയിടുക എന്നത് മറ്റ് ഗ്രൂപ്പുകളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, പരമാവധി ശക്തി സമാഹരിച്ച് സംസ്ഥാന അധ്യക്ഷ പദം ഉറപ്പിക്കുക, അങ്ങനെ ഒരു നീക്കം കൂടി ഇപ്പോഴത്തെ ഈ ചലനങ്ങൾക്ക് പിറകിലുണ്ട്. നമ്മൾ അതുകൂടി കാണേണ്ടതുണ്ട്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ പിടിമുറുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ സംഘടനാ സംവിധാനത്തിൽ വലിയ സ്വാധീനമില്ലാത്തത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് അത്തരത്തിലുള്ളൊരു നീക്കം നടക്കില്ല. അവിടെയാണ് സമവായത്തിന്റെ ചില പാതകൾ തുറക്കുന്നത്. വി മുരളീധരനെ ഒപ്പം കൂട്ടുക, മുരളീധരന്റെ വിശ്വാസം നേടുക, അല്ലെങ്കിൽ ഇരുവരും തമ്മിൽ ഒരു സഖ്യമായി നിൽക്കുക. അവിടെ പി.കെ. കൃഷ്ണദാസിന് കൂടി ഇടം നൽകിക്കൊണ്ട് ആ വിഭാഗത്തിലുള്ള ആളുകളെ കൂടി വിശ്വാസത്തിലെടുത്ത് ഒരു ത്രയം എന്ന നിലയ്ക്ക് ആ ഗ്രൂപ്പുമായി മുന്നോട്ട് പോകുക. സുരേന്ദ്രന്റെ ഏകാധിപത്യപരമായ പെരുമാറ്റമാണ്. ആ തരത്തിൽ വലിയ വിമർശനം പല കോണുകളിൽ നിന്നും സുരേന്ദ്രൻ നേരിടുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് കൃഷ്ണദാസ് പക്ഷത്തുണ്ടായിരുന്ന ശോഭ സ്വന്തം നിലയ്ക്കുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. 2 ജില്ലാ പ്രസിഡന്റുമാരെ ശോഭയ്ക്ക് കിട്ടിയെന്ന് വിലയിരുത്തപ്പെടുന്നു. കോഴിക്കോടുള്ള 2 ജില്ലാ പ്രസിഡന്റുമാർ ശോഭയെ അനുകൂലിക്കുന്നതാണ്. അവിടെ അങ്ങനെ ഒരു കണക്കുകൂട്ടൽ വരുമ്പോൾ ഇരു വിഭാഗത്തിൻ്റെയും വിലയിരുത്തൽ ഇങ്ങനെയാണ്. കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ പട്ടിക ഇങ്ങനെ: തിരുവനന്തപുരത്ത് വി മുരളീധരനുമായി ചേർന്ന് ഒരു പ്രസിഡന്റ്, കൊല്ലം സിറ്റിയിൽ 1, ആലപ്പുഴയിൽ 1, ഇടുക്കിയിൽ 1, എറണാകുളത്ത് 1, തൃശ്ശൂർ 2, മലപ്പുറം 2, കണ്ണൂർ സിറ്റി 1, കാസർഗോഡ് 1, കോഴിക്കോട് ശോഭാ സുരേന്ദ്രൻ പക്ഷത്ത് 2. ശോഭ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാലങ്ങളായി കൃഷ്ണദാസ് പക്ഷത്തോടൊപ്പം നിന്ന ആളാണ്. എന്നാൽ ഇപ്പോൾ ഈ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുമ്പോൾ അവിടെ MD രമേശും ശോഭയും തമ്മിലുള്ള തർക്കമുണ്ട്. MD രമേശിൻ്റെ നിലപാടുകളും നിർണായകമാവും. കാരണം കൃഷ്ണദാസ് പക്ഷം വി മുരളീധരനുമായി അടുത്തു കഴിഞ്ഞാൽ പിന്നെ രമേശിന് എന്ത് പ്രസക്തി എന്ന ചോദ്യം ഉയരുന്നു. അവിടെയാണ് ഒരുപക്ഷെ രമേശ് സുരേന്ദ്രനൊപ്പം ചേരുമെന്ന സൂചനകൾ വരുന്നത്. ഒരുപക്ഷെ സുരേന്ദ്രൻ ഒഴിയേണ്ടി വന്നാൽ സുരേന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്ന പേര് രമേശിൻ്റേതാകുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിനോട് സുരേന്ദ്രന് വലിയ താല്പര്യവുമില്ല. ഇരുവരും പരസ്യമായി തന്നെ ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ ബി.ജെ.പിയിൽ സമവാക്യങ്ങൾ മാറിമറിയുകയാണ്. ഈ സുരേന്ദ്രൻ പക്ഷത്തിന്റെ കണക്കുകൂട്ടൽ ഇങ്ങനെയാണ്: തിരുവനന്തപുരത്ത് 1, കൊല്ലത്ത് 2, ആലപ്പുഴ 1, കോട്ടയത്ത് 2, എറണാകുളത്ത് 2, തൃശ്ശൂരിൽ 3, പാലക്കാട് 2, കോഴിക്കോട് 1, വയനാട് 1, കണ്ണൂർ 1, ഇടുക്കി 1. 17ലധികം പ്രസിഡന്റുമാർ തങ്ങൾക്കൊപ്പമുണ്ടെന്ന് സുരേന്ദ്രൻ പക്ഷവും കണക്ക് കൂട്ടുന്നു. ഈ നിലയ്ക്കുള്ള വിലയിരുത്തലുകളുമായാണ് സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്കുള്ള പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുള്ള നിർദ്ദേശം തിരഞ്ഞെടുപ്പ് ഒഴിവാക്കി സമവായത്തിലൂടെ പ്രസിഡന്റിനെ കണ്ടെത്തണമെന്നതാണ്. പക്ഷേ തിരഞ്ഞെടുപ്പിലേക്ക് പോയാലും അതിശയിക്കാനില്ല. അപർണ, വിനോദ്, അങ്ങനെയാണെങ്കിൽ ഈ ചേരി തിരിഞ്ഞിരിക്കുന്നത് പി.കെ. കൃഷ്ണദാസ്, MT രമേശ് ഒരു ചേരിയായിട്ട് നിന്നുകൊണ്ട്
കെ സുരേന്ദ്രനെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് വന്നതാണ്. ഈ ഇറങ്ങിപ്പോക്കുമൊക്കെ ഉണ്ടായത് ഇവരുടെ നേതൃത്വത്തിലാണ്. അവിടെയും സമവാക്യം മാറിയിരിക്കുന്നു. അങ്ങനെ വേണമോ കരുതാൻ? പി കെ കൃഷ്ണദാസ് മറ്റൊരു ചേരിയിലേക്ക് എം ടി രമേശ് കെ സുരേന്ദ്രനൊപ്പം, അതായത് സുരേന്ദ്രൻ ഇല്ലെങ്കിൽ സുരേന്ദ്രൻ പക്ഷത്തു നിന്ന് എം ടി രമേശ്, അങ്ങനെയും ഒരു ധ്രുവീകരണം ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നു എന്നുകൂടിയാണോ? തീർച്ചയായും അപർണ സൂചിപ്പിച്ചത് കേന്ദ്ര നിരീക്ഷകൻ വിളിച്ചു ചേർത്ത ഒരു ഓൺലൈൻ ലോകത്തിൽ നിന്ന് കൃഷ്ണദാസും എം ഡി രമേശും അടക്കം ഇറങ്ങിപ്പോയ സംഭവമാണ്. സുരേന്ദ്രൻ തുടർന്നേക്കുമെന്നുള്ള സൂചനകൾ വന്നതോടുകൂടിയാണ് അതിൽ വ്യക്തത ആവശ്യപ്പെട്ട് ഇരുവരും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. എന്നാൽ താൻ അക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ അശക്തനാണെന്ന് നിരീക്ഷകൻ പറയുകയും അതേ തുടർന്ന് ഈ കൃഷ്ണദാസ് പക്ഷ നേതാക്കൾ ഇറങ്ങിപ്പോവുകയുമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് കാര്യങ്ങൾ മാറുന്നു എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം തിരുവനന്തപുരം സെൻട്രലിലെ നീക്കമാണ് ഏറ്റവും നിർണായകമായി മാറുന്നത്. അവിടെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ ഒരു ആധിപത്യം ഉറപ്പിക്കുന്നു. അതിന് കൃഷ്ണദാസിൻ്റെ പിന്തുണ ഉണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അവിടെ വലിയ എതിർപ്പില്ലാതെ മറ്റ് തർക്കങ്ങളില്ലാതെ കരമന ജയൻ എന്ന് രണ്ടു കൂട്ടർക്കും താല്പര്യമുള്ള ഒരു പേര് ഉയർന്നു വരികയും അവിടെ കരമന ജയൻ പ്രസിഡന്റായി വരികയും ചെയ്യുന്നു. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാർട്ടി പരിപാടികളുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള യോഗങ്ങളിലും പൊതുപരിപാടികളിലും രാജീവ് ചന്ദ്രശേഖർ ഇടപെടുന്നുണ്ട്. നേരത്തെ തന്നെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായി ഇടപെടും എന്ന സൂചനകൾ വന്നിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ. സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് പറയുന്ന പേരുകളിൽ ഒന്ന് രാജീവ് ചന്ദ്രശേഖറിൻ്റേത് കൂടിയാണ്. അവിടെയാണ് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളിലുള്ള മാറ്റം. വി മുരളീധരൻ്റെ പേര് പോലും ഒരു ഘട്ടത്തിൽ പറഞ്ഞു കേട്ടിരുന്നു. സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് നേരത്തെ 2 ടേം വി മുരളീധരൻ ഉണ്ടായിരുന്നതാണ്. ഒരുപക്ഷെ വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണച്ചാൽ രാജീവ് ചന്ദ്രശേഖരന് സംഘടന ചലിപ്പിക്കണമെങ്കിൽ മുരളീധരൻ്റെയും കൃഷ്ണദാസിൻ്റെയും പിന്തുണ വേണം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സഖ്യത്തിന്റെ സാധ്യതകളും ആ തരത്തിൽ തിരികെ എത്താം. വിനോദ് തുടരുക. രാഷ്ട്രീയ നിരീക്ഷകൻ ഷാബു പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഷാബു പ്രസാദ്, BJP-യിൽ ഏത് പാർട്ടിയിലും ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ളത് പ്രവർത്തകർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. സംസ്ഥാന BJP-യിലെ ഔദ്യോഗിക ചേരിയിലടക്കം സമവാക്യങ്ങൾ മാറുന്നു എന്നുള്ളൊരു വിലയിരുത്തലുകളൊക്കെ ഉണ്ട്. ജില്ലാ പ്രസിഡന്റുമാരുടെ പേരുകൾ പുറത്തേക്ക് വരുന്നതോടെ അങ്ങനെ താങ്കൾ കണക്കാക്കുന്നുണ്ടോ? ഇല്ല, ഒരു പാർട്ടിയിലെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് തലമുറ മാറ്റം ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അതിനെയാണല്ലോ ഒരു പാർട്ടിയുടെ വൈബ്രൻസി എന്ന് പറയുന്നത്. അല്ലാതെ ഇന്നും എക്കാലത്തും ഏതെങ്കിലും ഒരു നേതാവിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെയോ ആജ്ഞാനുവർത്തികളായി നിൽക്കുന്ന അതല്ലല്ലോ ഒരു ശരിയായ രാഷ്ട്രീയ പാർട്ടി എന്നത് വേണ്ടത്. തീർച്ചയായിട്ടും BJP-യുടെ പുതിയ പ്രവർത്തന പദ്ധതി, അതായത് പ്രവർത്തന ജില്ലകൾ രൂപീകരിക്കുക, അവിടേക്ക് കൂടുതൽ ചെറുപ്പക്കാരായിട്ടുള്ളതും എല്ലാ വിഭാഗങ്ങളിൽ നിന്നും കൂടുതൽ ഇൻക്ലൂസീവായിട്ടുള്ള രീതിയിൽ സംഘടനാ പുനഃക്രമീകരണം നടത്തുക, ഇതൊക്കെ BJP എന്നും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണിത്. അങ്ങനെ തന്നെയാണ് ഒരു പാർട്ടി മുമ്പോട്ട് പോകേണ്ടത്. അല്ലാതെ ഇന്നും ഒരേ രീതിയിൽ ഇങ്ങനെ പോവുക, ആരുടെയെങ്കിലുമൊക്കെ ഇഷ്ടത്തിനനുസരിച്ചോ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചോ മാത്രം കാര്യങ്ങൾ നീങ്ങുക എന്നത് ഒരിക്കലും രാഷ്ട്രീയത്തില് ആശാവഹമായ ഒരു കീഴ്വഴക്കമല്ല. BJP അങ്ങനൊരു പാർട്ടി അല്ല എന്നുള്ളത് അവർ വീണ്ടും തെളിയിക്കുകയാണ്. ഈ ശ്രീ ഷാബു പ്രസാദ്, ഈ BJP-യുടെ ഒരു നയം അനുസരിച്ച്, അതായത് BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഉണ്ടായിരുന്നവർ വീണ്ടും ആ സ്ഥാനത്തെത്താനുള്ള സാധ്യത കുറവല്ലേ പൊതുവെ? എന്തായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നവർ വീണ്ടും അതിനകത്തെത്താൻ ഇപ്പോൾ വി മുരളീധരന്റെ പേര് പറഞ്ഞു കേൾക്കപ്പെടുന്നത് കൊണ്ട് ചോദിക്കുകയാണ്, അത്തരം ചില സാധ്യതകളുണ്ടോ? അത് പൊതുവെ അങ്ങനെ പരിഗണിക്കപ്പെടുന്ന ഒരു കാര്യമാണോ? ഒരിക്കൽ സംസ്ഥാന പ്രസിഡന്റ് സാധ്യത എനിക്ക് അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന പ്രസിഡന്റിന് 65 വയസ്സ് എന്നൊരു പ്രായപരിധി ഉണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ ജില്ലാ പ്രസിഡന്റുമാർക്ക് 55 വയസ്സ്, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം എന്തായാലും കാര്യം വി മുരളീധരൻ 2 ടൈം ഇവിടെ പ്രസിഡന്റായിട്ട് ഇരുന്ന ആളുമാണ്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ തോന്നുന്നില്ല.